കോളേജിൽ നിന്ന് ഞാൻ ഡിസ്മിസ് ആവാൻ കാരണമായ പയ്യനെ ഓർമ്മയുണ്ടോ ചെറുക്കി? നവീൻ മാത്യുസോ? അവനെ ഞാനൊന്ന് കണ്ടു. അവൻ തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിലാണ് താമസിക്കുന്നത്. അവൻ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കിയോ? എബിൻ, നിന്റെ അപ്പം ബിസിനസ് പൊട്ടി നാട് വിട്ടെന്ന് കേട്ടു. അപ്പം പോയാലെന്താ, നിന്റെ അമ്മ അവിടെ ഇല്ലേ? താല്പര്യം ഉണ്ടാവൂടാ നിന്റെ അമ്മയ്ക്ക് ഞങ്ങളുമായിട്ടൊരു ബിസിനസ് ചെയ്യാൻ? എന്നിട്ട് നീ എന്താ ചെയ്തേ? എടാ നീ എന്താ ചെയ്തത്? ഞാനൊന്നും ചെയ്തില്ല. റോഡിൽ കിടന്ന് എപ്പോഴും അടി ഉണ്ടാക്കണ ഞാനല്ലേ, എപ്പോഴും ഇഷ്യൂസ് ഉണ്ടാക്കണ ഞാനല്ലേ. ഞാൻ അവനൊന്നും ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. വാ. അമ്മയ്ക്ക് പറഞ്ഞവന്മാരെയൊന്നും വെറുതെ വിടാൻ പാടില്ല. അമ്മയ്ക്ക് പറയണം. വാ. ഹലോ ഫിലിപ്പങ്ങളെ, താമസിക്കാൻ പുതിയൊരു ഫ്ലാറ്റ് കിട്ടോ? നിങ്ങളുടെ ഫ്ലാറ്റിന് എന്താ പറ്റി? അല്ല, ഈ ഫ്ലാറ്റിൽ ഇനി താമസിക്കാൻ പറ്റും തോന്നല്ലോ. എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. ഈ ഫ്ലാറ്റിലെ ഭയങ്കര ചോർച്ച. എന്ത് ചോർച്ചേ? ഇവൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ദേ, ഒരു ചേട്ടൻ ഇരിക്കുന്നു, ക്രിക്കറ്റ് ബാറ്റ് എടുത്ത് കയ്യിൽ കൊടുത്തിരിക്കുക. നീ ആരടാ? ഗുണ്ടാ തലവനോ? ആ ഇടി കിട്ടിയ പയ്യന്റെ ദേഹം ഒന്ന് കാണണം. മാവ് കുഴച്ച മാതിരി ഇരിക്കുക, ഒരു ഇഞ്ച് ബാക്കി വെച്ചിട്ടില്ല. ഞാൻ അവന്റെ പേരൻസിന്റെ കാല് പിടിച്ച് പറഞ്ഞോണ്ടാ അവര് കേസിനൊന്നും പോവാഞ്ഞ്. അതുകൊണ്ടൊന്നും അല്ല, അവനെന്ത് തോന്നിയാസാ പറഞ്ഞെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അവനെ വീട്ടിൽ പോലും കയറ്റാറില്ല അവര്. നീ മിണ്ടരുത്. ഫിലിപ്പ് ചൈനവനെയൊക്കെ ഒന്ന് ഉപദേശിച്ചൂടെ? അത് പിന്നെ അവൻ പറഞ്ഞത് തോന്നിയ ദിവസമാണെങ്കിലും നീ ക്രിക്കറ്റ് ബാറ്റ് വെച്ച് അടിക്കണ്ടായിരുന്നു, വല്ല പ്ലാസ്റ്റിക് ബാറ്റോ മറ്റോ മതിയായിരുന്നു. മാറി ഇറക്കാം. പറയാൻ പോയ എന്നെ പറയണം. മുരളി മേനോനായിട്ട് സംസാരിച്ചോ? നാളെ കോടതി കാണാന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞ എൻ്റെ പകുതി പൈസയല്ലേ റെഡിയാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അമ്മയുടെ പേരിലുള്ള കേസ് മാത്രം റിലീസ് ചെയ്യാന്ന് പറഞ്ഞു. പപ്പ ചെറി, നീ പപ്പയെ വിളിക്കാറുണ്ടോ? ഇടയ്ക്കൊക്കെ. ഹൗസ് ഹി ഇപ്പോൾ പഴയ പോലെയൊക്കെ സംസാരിക്കാറുണ്ടോ? ഐ വാസ് നെവർ എ ഗുഡ് സൺ ചെറി. ഞാൻ പപ്പയെ കുറേ വേദനിപ്പിച്ചിട്ടുണ്ടല്ലേ? നിന്റെ പ്രശ്നം എന്താണെന്നറിയോ? നീ നിന്റെ പപ്പയെ പോലെ. ഈ മുരളി മേനോൻ്റെ വീട് എവിടെയാ? ബർദുബായിലാ. എന്തു പറ്റി? നമുക്ക് രാത്രി അവിടെ ചെന്ന് 2 പൊട്ടിക്കലോട്ട് ചെലോ? നീ കഴിച്ചില്ലല്ലോ, എന്നാ കഴിക്കി. ഞാനിന്ന് രാവിലെ നിന്നെ സ്വപ്നം കണ്ടു. രാത്രി വല്ലതും കൊണ്ട് പേടിച്ചിട്ടായിരിക്കും. പോടാ. സ്വപ്നത്തില് നിന്റെ എടുത്തും വലത്തുമായിട്ട് ഞാൻ ഏഞ്ചൽസിനെ കണ്ടു. എന്നിട്ട് ഏഞ്ചൽസ് കാശുവല്ല നിന്നോ? നിനക്ക് അത്ഭുതങ്ങളിൽ വിശ്വാസമുണ്ടോ? ഇല്ല. ദൈവത്തിൽ വിശ്വാസമുണ്ടോ? മനസ്സറിഞ്ഞ് അധ്വാനിക്കുന്നവന്റെ ജീവിതത്തിൽ ദൈവ അത്ഭുതം പ്രവർത്തിക്കും.
साहब, जरी साहब। पहचाना साहब आपने मुझे? मैं पुराने फ्लैट में सिक्योरिटी था साहब। ओ रविंदर, कैसे हो? बहुत अच्छा साहब, मेरी बेटी की शादी हो गई सर। ओ कंग्रेट्स। साहब जेकब साहब से मिलना था। वो आउट ऑफ स्टेशन है। जेकब साहब ने मेरी बहुत मदद की है, ये मेरी बेटी ने बनाया है, ये आप प्लीज़ उन्हें दे दीजिए। थैंक यू। अरे आप तो खोल के तो देखिए। कैसा लगा साहब? बहुत अच्छा है। चलता हूँ साहब। साहब गॉड ब्लेस योर फैमिली। ठीक बोला साहब? चलता हूँ साहब। Hello. Listen, I told you you'll get your money today. You'll get your money back today. Trust me. Okay, bye. Tell me what is the problem. What is the لو case? سمحت أنا محتاج أخلص أوراق क्या ضروري. हुआ? क्या मसला है आपका? Actually, I have no work permit. कब एक्सपायर हो रहा है? A contract? I cannot stay with him. I want a divorce. Surely? Yes, sir. I have to do my job. السلام عليكم. عليكم السلام. كيفك؟ بخير. شو أخبارك؟ شو هذا عقد؟ أيوة. കോടതിയിലേക്ക് കേസ് പോകുന്നതിന് മുമ്പ് കോൺട്രാക്ട് ഇവിടെ നോട്ടറൈസ് ചെയ്യണം. നോട്ടറി പബ്ലിക്കിന്റെ അറ്റസ്റ്റേഷൻ കിട്ടിയാലേ ഇയാൾ ഉണ്ടാക്കിയ കോൺട്രാക്ട് വാല്യൂഡ് ആവുള്ളൂ. معك رقم الكيس؟ كيس نمبر 2141 علي صوتك. لاودر علي صوتك. 21412008. كل شيء تمام؟ اصبر في بندك. ثانية واحدة. اصبر. شو هذا؟ مين كتب هذا؟ هذا غير قانوني. مين اللي كتب العقد هذا؟ مين اللي كتب البند هذا؟ هذا شيء ما قانوني، ما يمشي هنا في البلد. يلا خذوا امشي روح بعيد. حرام عليك. هذا الليجل. من فضلك ما في يا أخي صبر بليز. هذا شيء ما يمشي هنا. هذا شيء غير قانوني. شوف هالبند. ما في حدا بيكتب هالشيء. أنا عملت منبلط. هذا غير قانوني. أنا عملت منبلط. هذا غير قانوني. This is not new for me يا أخي. Go from here. ജെറി, ആ ഓഫീസർ അവനെ ഗെറ്റ് ഔട്ട് അടിച്ചു. അവ എഴുതി ഉണ്ടാക്കിയ ക്ലോസും കോൺട്രാക്ട് ഒക്കെ കൊണ്ടുപോയി കാട്ടിക്കളയാൻ പറഞ്ഞു. هذا غير قانوني. هذا illegal. എടാ, ആ മേനോന് നിന്റെ പേര് കേസാക്കാൻ പറ്റില്ല. നീ ജേക്കബിന്റെ ലീഗൽ സണ്ണാണെന്നേ ഉള്ളൂ, കമ്പനിയുടെ ഓണറൊന്നും അല്ല. നീ ഇനി കാശ് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ പോലും അവന് നിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിന്റെ പപ്പയും അമ്മയും അവന് ലോക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ കോൺട്രാക്ട് മൊത്തം മാറ്റി ടൈപ്പ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് നോട്ടറൈസ് ചെയ്യുമ്പോഴത്തേക്കും കോടതി സമയം കഴിയും. അടുത്ത 3 ദിവസം പബ്ലിക് ഹോളിഡേയാ. അവന് കാശിന് അത്യാവശ്യമുള്ളതല്ലേ? ആ അതെ. അപ്പോൾ നീ തീരുമാനിക്കുന്ന ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് അല്ലാതെ മറ്റൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. ആ